അങ്ങനെ മണാലി ട്രിപ്പിൻ്റെ ക്ഷീണമെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ചെറുതായിട്ട് ചണ്ഡീഗഡ് കറങ്ങാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ വീട്ടുകാർ വന്ന ടൈമിലായിരുന്നു കറക്റ്റ് റോസ് ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നത്. 2 ദിവസത്തേക്കായിരിക്കും റോസ് ഫെസ്റ്റിവൽ ഉണ്ടാവുക. പക്ഷേ റോസ് ഗാർഡൻ എന്നും ഓപ്പൺ ആട്ടോ. പക്ഷേ റോസ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ് ചെറിയ സ്റ്റാളുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയ പ്രോഗ്രാംസൊക്കെ ആയിട്ട് 2 ദിവസം ഉണ്ടാവും. അപ്പോൾ അവർ വന്ന കറക്റ്റ് ഡേയ്സിൽ അതും കൂടി വന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടും പോയി കേട്ടോ. ഇപ്പോൾ ഫുഡ് സ്റ്റാളുകൾ, നമുക്കല്ലാതെ വീട്ടിൽ അലങ്കരിക്കാൻ പറ്റുന്ന സാധനങ്ങൾ, മാല, കമ്മൽ, അങ്ങനത്തെയൊക്കെ കുറേ സ്റ്റാളുകളുണ്ട്. അപ്പം ഞങ്ങൾ ആദ്യം കുൽച്ചയാട്ടോ ടേസ്റ്റ് ചെയ്തത്. നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊരു ഫേമസ് സാധനമാണല്ലോ കുൽച്ച. പിന്നെ അതിൻ്റെ ഇടയിൽ ലിയാം ബലൂണൊക്കെ വേണമെന്ന് പറഞ്ഞ് അതൊക്കെ കളിച്ചു. കുറച്ച് ബൈക്കിലൊക്കെ കയറി കളിച്ചു. പക്ഷേ ആൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ഇതിൽ നിന്നൊക്കെ ഇറങ്ങി ഓടിച്ചാടി നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്തു. അവിടെ ഞങ്ങൾ കുറേ ടൈം ഇരുന്ന് കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ടാട്ടോ പോയത്. പിന്നെ ഈ ചണ്ഡീഗഡ് റോസ് ഫെസ്റ്റിവലിൽ നിന്ന് നമ്മൾ സ്റ്റേജ് പ്രോഗ്രാംസ് ഉൾപ്പെടെയുണ്ട്. അതിനൊക്കെ പ്രത്യേക ടൈമിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ അങ്ങനെ അതൊന്നും നോക്കാനായിട്ട് പോയില്ല. പക്ഷേ വലിയ റോസസ് ഉണ്ടായിരുന്നില്ല കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഇത്തവണ റോസസ് വളരെ കുറവായിരുന്നു. കഴിഞ്ഞ വർഷം പിന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ വർഷം റോസ് നമുക്ക് എന്താ പറയുക, തപ്പി നടന്നാലേ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ ലിയാമിൻ്റെ പിണങ്ങുന്ന സീൻസൊക്കെ, ലിയാം പിണങ്ങിപ്പോയി അവിടെ തന്നെ നിൽക്കുകയാണ്, ആരെങ്കിലും എന്നെ ഒന്ന് എടുക്ക് എന്നുള്ള രീതിയിൽ. അപ്പം അപ്പാപ്പ ചെല്ലുന്ന കണ്ടപ്പോൾ അവൻ അവിടെ നിന്ന് ഒട്ടും അനങ്ങുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരികയായിരുന്നു ചെയ്തത്. പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം കറങ്ങി കുറച്ച് ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് ഭക്ഷണം കഴിക്കാനാണ്, ലഞ്ച് കഴിക്കാനാട്ടോ പോയത്. കണ്ടോ, പിണങ്ങി മാറി പോകുന്നത് കണ്ടോ. നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ കാൽസങ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാട്ടോ ഫുഡ് കഴിക്കാൻ പോയത്. നമ്മുടെ ചണ്ഡീഗഡ് അത്യാവശ്യം പേര് കേട്ടൊരു റെസ്റ്റോറൻറ്റാണ്. നമ്മുടെ ടിബറ്റൻ ഫുഡൊക്കെയാണ് അവിടെ, ടിബറ്റൻ കൊറിയൻ ഫുഡൊക്കെ ആട്ടോ അവിടെ കിട്ടുക. അപ്പോൾ ഈ ടിബറ്റൻ അങ്ങനത്തെ ഫുഡൊക്കെ ഇഷ്ടമുള്ളവർക്ക് അവിടെ പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ വിഭവസമൃദ്ധമായ അവിടുത്തെ ഒത്തൻറ്റിക് ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ കാൽസങ്ങിൽ എത്തിയപ്പോൾ ലിയാമിന് നല്ല കമ്പനി കിട്ടി. നാട്ടിൽ നിന്ന് വരുമ്പോൾ അവരെ കാൽസങ്ങിൽ കൊണ്ടുപോകണമെന്ന് കരുതിയത് തന്നെ നമുക്ക് നമ്മുടെ കാൽസങ്ങിൽ ഒക്ടോപ്പസിനെ കഴിക്കാൻ കിട്ടും. അപ്പോൾ ഞാൻ ചോദിച്ചാലും കഴിഞ്ഞ് നമ്മൾ പോയപ്പോൾ ഞങ്ങൾ ഒക്ടോപ്പസിനെ കഴിച്ചായിരുന്നു കേട്ടോ. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലതായിരുന്നു കഴിക്കാൻ വേണ്ടി. ചെറിയ ചൂയിയാണ്, പക്ഷേ എന്നിരുന്നാലും നമ്മൾ കഴിക്കാത്തൊരു സാധനമല്ലേ. ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഒരു 10 വിഭവത്തോളം ഓർഡർ ചെയ്ത് എല്ലാവരും കൂടി ടേസ്റ്റ് ചെയ്ത് കഴിച്ചു. അടിപൊളിയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ അവിടെ നിന്ന് കഴിച്ച് നേരെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. വരുന്ന വഴി നമ്മുടെ കിനുവിൻ്റെ ജ്യൂസ് കുടിക്കാൻ വേണ്ടി നിർത്തിയതാട്ടോ. നല്ല രസമില്ല വ്യൂ, പുറകിലൊരു ട്രെയിൻ പോകുന്നത് കണ്ടോ. നല്ല ഭംഗിയില്ല വ്യൂ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും വലിയ ഗ്ലാസ് കിനു കുടിച്ച് വയറ് നിറഞ്ഞ് വളരെ സന്തോഷത്തോടെ വീട്ടിലേക്ക്